ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് വലിയ ഭാരമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് കുറച്ച് നേരമൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഭാരം മാത്രമേ ഒരു ഗ്ലാസ് വെള്ളത്തിനുള്ളൂ. എന്നാൽ അതേ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് 1 മണിക്കൂർ നേരം തുടർച്ചയായിട്ട് കൈകളിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? 1 മണിക്കൂർ നേരം വെക്കുമ്പോൾ തന്നെ നമുക്ക് കൈകളിൽ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങും. ഇനി അതേസമയം ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് അതേ ഗ്ലാസ് വെള്ളം നമ്മുടെ കൈകളിൽ തുടർച്ചയായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം അപ്പോഴേക്കും നമ്മുടെ കൈകൾ നല്ല രീതിയിൽ വേദനയെടുത്ത് നമ്മളോട് കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീണ് ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ ഹോൾഡ് ചെയ്യുന്നത്. ആ ഗ്ലാസ് ഓഫ് വാട്ടറാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എന്ന് അനുമാനിക്കും. നമ്മുടെ എല്ലാം ലൈഫിൽ ഒരുപാടധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് നേരമൊക്കെ നമ്മൾ എത്ര പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണെങ്കിലും പലപ്പോഴും ചില നെഗറ്റീവ് തോട്ട്സൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. ഇത്തരത്തിൽ മൂഡ് സ്വിങ്സും നെഗറ്റീവ് തോട്ട്സൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക്, അതായത് ഈ പറയുന്ന ഗ്ലാസ് നമുക്ക് ഹോൾഡ് ചെയ്യുന്നത് പോലെ കുറച്ച് നേരത്തേക്കൊക്കെ നമുക്കത് ഹോൾഡ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കില്ല. എന്നാൽ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ കുറേ നാളത്തേക്കൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിൽ തന്നെ ഡ്വെല്ല് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മാനസിക നിലയെ ഒരുപാടധികം മോശമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നും ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 4 മെത്തേഡ്സും അതിലൂടെ നമ്മുടെ ബ്രെയിൻ പവറിനെ നമുക്ക് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ത്രാടക മെഡിറ്റേഷൻ അഥവാ കാൻഡിൽ ഗേസ് മെഡിറ്റേഷൻ. മനുഷ്യ ശരീരത്തിൽ 5 സെൻസസ് ആണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തേത് കാഴ്ച, രണ്ടാമത്തേത് കേൾവി, മൂന്നാമത്തേത് സ്മെൽ, നാലാമത്തേത് ടേസ്റ്റ്, അഞ്ചാമത്തേത് ടച്ച്. ഇതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് നമ്മുടെ കാഴ്ചശക്തി തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചശക്തി അഥവാ വിഷൻ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ മുഴുവൻ ഒഴിവാക്കി വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ഒരു ദിവസം മൊത്തം ഇരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇതിനായി ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് ത്രാടക മെഡിറ്റേഷൻ അഥവാ കാൻഡിൽ ഗേസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് കണ്ണൊക്കെ അടച്ചുള്ള ഒരു മെഡിറ്റേഷനെ പറ്റിയായിരിക്കും. എന്നാൽ പലപ്പോഴും പല ആളുകൾക്കും ഈ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാറുണ്ട്. അവരുടെ തോട്ട് പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന മെഡിറ്റേഷൻ സമയത്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ കണ്ണടച്ചുള്ള മെഡിറ്റേഷൻ ചിലർക്കെങ്കിലും സാധിക്കാതെ പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്തുകൂടാ? അതിനായി ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്യാൻഡിൽ എടുത്തിട്ട് ആ ക്യാൻഡിലിൻ്റെ ഫ്ലെയിമിലോട്ട് മാത്രം നോക്കിയിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഫോക്കസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ആ ക്യാൻഡിലിൻ്റെ ഫ്ലെയിം ആയിരിക്കും എന്നുള്ളതാണ്. പറ്റാവുന്ന അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു റൂം തിരഞ്ഞെടുത്ത് ആ റൂമിനകത്താണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോക്കസ് മുഴുവൻ ആ പറയുന്ന ലൈറ്റ് ഫ്ലെയിമിലോട്ട് നമുക്ക് ചുരുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ റൂമിലുള്ള മറ്റ് എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയും സാധിക്കും. ഇത്തരത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ബ്രെത്ത് എടുക്കുന്ന സമയത്തും അതുപോലെ ബ്രെത്ത് എക്സെയിൽ ചെയ്യുന്ന സമയത്തും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ കാമായിട്ട് നമ്മുടെ ബ്രെയിനെ വളരെ സൂത്തിങ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനും വളരെ പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യിക്കാനും ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ചിന്തിക്കുന്ന ഓർഗൻ ബ്രെയിൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് 2 മൈൻഡ് ഉണ്ടെന്ന് നമുക്കറിയാം. കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇതിലെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്നും നമുക്കറിയാം. എന്നാൽ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്താണ്? ഇതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ എങ്ങനെ തിരിച്ചറിയാമെന്നും അതിന്റെ സാധ്യതകളെ എങ്ങനെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താമെന്നും നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു അതിശക്തമായ പുസ്തകമാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ പുസ്തകത്തിന്റെ മലയാളം ഓഡിയോ ബുക്ക് ഈയിടെ ഞാൻ കുക്കു FM-ൽ നിന്നും കേട്ടിരുന്നു. നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ച് ഇത്രയും ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് തന്നെ വിജയം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പുസ്തകം സജസ്റ്റ് ചെയ്യുന്നു. കുക്കു FM-ൽ ഈ പുസ്തകം പോലെ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് അവൈലബിൾ ആയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു ദിവസം ഒരു 50 പൈസ മാത്രം ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാമോ? കുക്കു FM-ന്റെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ആക്ച്വലി 399 rupees ആണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന TGM50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് 199 rupeesന് നിങ്ങൾക്ക് കുക്കു FM ആക്സസ് ചെയ്യാം. അതായത് ഫലത്തിൽ അതൊരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 50 പൈസയോളം മാത്രമേ നിങ്ങൾക്ക് ചിലവാവുന്നുള്ളൂ. ഇത്രയും വലിയ അറിവുകളുടെ ഒരു ഖനി ഒരു ദിവസം വെറും 50 പൈസയുടെ വാല്യൂവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത്
അപൂർവമായിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കൂ. നിങ്ങളുടെ അറിവും കോൺഫിഡൻസും ലൈഫും ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, കം ബാക്ക് ടു ദ വീഡിയോ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സോൾവ് മെത്തേഡ്. നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആയിട്ട്, സ്ട്രെസ്ഡ് ആയിട്ട്, വറീഡ് ആയിട്ട്, ആങ്ഷ്യസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വർക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊലീഗ്സിൻ്റെ ഇടയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ റിലേഷൻഷിപ്സിലോ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഇടയിൽ പോലും വളരെ ട്രബിൾസമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സോൾവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യാനായി കയ്യിലൊരു പെന്നും പേപ്പറും എടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സോൾവ് ടെക്നിക്കിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് S ഫോർ സ്റ്റോപ്പ് എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു വഴക്കിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദത്തിലോ അഭിപ്രായ വ്യത്യാസത്തിലോ ഒക്കെ ഏർപ്പെടുകയാണെങ്കിൽ അവരുമായിട്ട് കൂടുതൽ വഴക്കിട്ട് പ്രശ്നം വലുതാക്കുന്നതിന് പകരം അവരുമായി വഴക്കിടുന്നതോ അല്ലെങ്കിൽ ഒരുപാട് അധികം അവരുമായിട്ട് പ്രശ്നത്തിന് പോകുന്നതോ സ്റ്റോപ്പ് ചെയ്യുക. സോൾവ് ടെക്നിക്കിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് O ഫോർ ഒബ്സർവ് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഈ ഒരു പ്രശ്നം കാരണം നമുക്കുണ്ടാകുന്ന ഇമോഷണൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് ദേഷ്യം, കോപം, ഈർഷ്യ പോലുള്ള വികാരങ്ങളാണോ വരുന്നത്, അല്ലെങ്കിൽ സങ്കടം, വിഷമം പോലുള്ള പ്രശ്നങ്ങളാണോ വരുന്നത്? ഇത്തരത്തിൽ നമ്മുടെ ഇമോഷൻ എന്താണെന്ന് കൃത്യമായി ഒബ്സർവ് ചെയ്യുക. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ്, ഇമോഷണൽ ട്രിഗേഴ്സ് ഉണ്ടാകുന്നത്, യഥാർത്ഥത്തിൽ പ്രശ്നം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നവും അതിൻ്റെ കാരണങ്ങളും അത് കാരണം നമുക്കുണ്ടാകുന്ന ഇമോഷണൽ റിയാക്ഷൻസും കൃത്യമായി ഒബ്സർവ് ചെയ്തതിന് ശേഷം ആ പേപ്പറിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് U ഫോർ അൺടൈ ആണ്. ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇമോഷൻസിനെ എല്ലാം തന്നെ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളായി തീരും, നമ്മുടെ ഇമോഷൻസായി തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ പ്രശ്നം എന്താണെന്നും അതിൽ നിന്നും നമുക്ക് വരുന്ന ഇമോഷൻസ് എന്താണെന്നും അതിൻ്റെ റിയാക്ഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്ത് പേപ്പറിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ അൺടൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം ഇമോഷൻസ് ആ സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് മാത്രമാണെന്നും അല്ലാതെ ഇത് നമ്മളുടെ പേഴ്സണാലിറ്റി അല്ല എന്നും മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കില്ല, എന്നാൽ ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ ദേഷ്യപ്പെടേണ്ട സാഹചര്യം വന്നപ്പോൾ ദേഷ്യപ്പെട്ടതാണെന്ന കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ഗോ എന്നാണ്. നമ്മുടെ ബ്രെയിനിലുള്ള തോട്ട്സിനെല്ലാം ഒരു വെള്ളച്ചാട്ടം പോലെ ഉപമിക്കുക. വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകിപ്പോകുന്ന വെള്ളത്തെ നമുക്ക് ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും, അത് നിശ്ചലമായി ഒരു നിമിഷം പോലും നിൽക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ചിന്തകളും. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ തോട്ട്സിന് പോലും ഒരു തരത്തിലുമുള്ള ഒരു വേലി കെട്ടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എത്ര നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടാണെങ്കിലും നമുക്കതിനെ ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ അധികം ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിന്നും ഓവർകം ചെയ്തു വരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് കൃത്യമായി നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം അൺടൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കൈകളിൽ അല്ലാത്തൊരു വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ബ്രെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് 4-7-8 ബ്രീതിങ് മെത്തേഡാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ബ്രീതിങ് എക്സസൈസ് ആണ്. ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടും പാനിക്കി ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ആ നിമിഷം തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് 4-7-8 ബ്രീതിങ് മെത്തേഡ് എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന മൂഡ് സ്വിങ്സും അല്ല എങ്കിൽ പാനിക് അറ്റാക്സും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 4-7-8 മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. 4-7-8 മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 2 3 4 എന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇൻഹെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതിനുശേഷം 7 വരെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെത്തിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം 8 വരെ കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ നമ്മുടെ ബ്രെത്തിനെ എക്സ്ഹെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഒരു സൈക്കിളായിട്ട് കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരത്തിൽ നമ്മുടെ ആങ്സൈറ്റിയെ കൺട്രോൾ ചെയ്യാനും നല്ല രീതിയിൽ കാംനെസ് നമ്മുടെ മൈൻഡിന് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 4-7-8 ബ്രീതിങ് മെത്തേഡ് എന്ന് പറയുന്നത്. പറ്റാവുന്ന അത്രയും കാമായിട്ടുള്ളൊരു എൻവയൺമെൻറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കണ്ണുകൾ അടച്ച് വളരെയധികം അപ്രൈറ്റ് പൊസിഷനിൽ സീറ്റ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അങ്ങനെയുള്ള സാഹചര്യം ഇല്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മുടെ ബ്രീതിങ്ങിൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തെ നല്ല രീതിയിൽ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായകമാണ്. നാലാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ വാക്കാണ്.
നമ്മൾ ലൈഫിൽ എത്രയൊക്കെ ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ്, വളരെയധികം ആങ്സൈറ്റിയിൽ ഇരിക്കുകയാണ്, സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാലും അതിനൊക്കെയുള്ള മറുമരുന്ന് നേച്ചറിൻ്റെ കയ്യിലുണ്ട്. പറ്റാവുന്ന അത്രയും നേച്ചറുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെയധികം നിസ്സാരമായിട്ട് തോന്നും. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് മൈൻഡ്ഫുൾ വാക്ക് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വാക്കിന് പോവുകയാണെന്ന് കരുതുക. എന്നാൽ നമ്മൾ ഒട്ടും തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവാതെ കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ട് നമ്മളുടെ ഓരോ ചുവടും വെക്കുന്നതാണ് മൈൻഡ്ഫുൾ വാക്ക് എന്ന് പറയുന്നത്. നമ്മൾ നടക്കുന്നത് കൃത്യമായി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചിന്തകളോ നമ്മുടെ മനസ്സോ ഒന്നും വേറെ എവിടെയുമല്ല, മറിച്ച് നമ്മൾ അപ്പോൾ ചെയ്യുന്ന ആ ഒരു വാക്കിങ്ങിൽ മാത്രം നമ്മുടെ കോൺസെൻട്രേഷനെ കൊണ്ടുവരിക എന്നുള്ളതാണ് മൈൻഡ്ഫുൾ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈൻഡ്ഫുൾ വാക്ക് ചെയ്യാൻ വേണ്ടി സഹായകമായിട്ടുള്ള ചില ടിപ്സ് എന്ന് പറയുന്നത്, ആദ്യത്തേത് ഫോൺ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ ഒരാളോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ വേറൊരാളുടെ കൂടെ പോകുന്നതിന് പകരം ഒറ്റയ്ക്ക് തന്നെ ഇത്തരത്തിൽ മൈൻഡ്ഫുൾ വാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ തന്നെ കമ്പനി എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ പാട്ട് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോഡ്കാസ്റ്റൊക്കെ കേട്ടുകൊണ്ട് ഇതുപോലെ വാക്കിന് പോകുന്നത്. അതും ഒരിക്കലും മൈൻഡ്ഫുൾ വാക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ചിന്ത ഒരിക്കലും വാക്കിങ്ങിലായിരിക്കില്ല, മറിച്ച് ഈ കേൾക്കുന്ന പോഡ്കാസ്റ്റിലോ അല്ലെങ്കിൽ കേൾക്കുന്ന പാട്ടിലോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ ഫോണുമായി ബന്ധപ്പെട്ട് ഒരു ഉപകരണവും ഉപയോഗിക്കാതെ കംപ്ലീറ്റ്ലി നേച്ചറിലേക്ക് നമ്മളായിട്ട് തന്നെ ഇറങ്ങി ചെല്ലുക എന്നതാണ് മൈൻഡ്ഫുൾ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള മൈൻഡ്ഫുൾ വാക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ നേച്ചറിൽ തന്നെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ ഫീച്ചേഴ്സിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ചുറ്റുമുള്ള ചെറുതും വലുതുമായിട്ടുള്ള ചെടികളും മരങ്ങളും പൂക്കളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ചെറുതും വലുതുമായിട്ടുള്ള അനേകം ജീവികളും പക്ഷികളും അതിൻ്റെയൊക്കെ ശബ്ദങ്ങളും ഒക്കെ നമുക്ക് ഈ സമയം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പ്രകൃതിയെ തൊട്ടറിയുന്ന രീതിയിൽ വളരെ മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും എത്ര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും, എത്ര ആൻഷ്യസ് ആയിട്ടും വറീഡ് ആയിട്ടും സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു മൈൻഡ്ഫുൾ വാക്ക് നല്ല രീതിയിലുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തരും. വളരെയധികം കാമാക്കി നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ വളരെയധികം ഗുഡ് ടെമ്പേർഡും അമിക്കബിളും ആക്കിയൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു മൈൻഡ്ഫുൾ വാക്ക് സഹായിക്കും. ഇത്തരത്തിൽ നമുക്കുണ്ടാവാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കാനും മൈൻഡിനെ കുറച്ചുകൂടി കാമായിട്ടിരിക്കാനും ഒക്കെ സഹായകരമായിട്ടുള്ള 4 ബ്രെയിൻ ടെക്നിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് ത്രാട്ടക മെഡിറ്റേഷൻ ആയിരുന്നു, രണ്ടാമത്തേത് സോൾ മെത്തേഡായിരുന്നു, മൂന്നാമത്തേത് 4-7-8 ബ്രീതിങ് മെത്തേഡായിരുന്നു, നാലാമത്തേത് മൈൻഡ്ഫുൾ വാക്ക് ആയിരുന്നു. ഈ 4 ബ്രെയിൻ മെത്തേഡ്സും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവ് തോട്ട്സിൽ നിന്നും നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടി സാധിക്കുന്നു.